എല്ലാവരും വിളിച്ച് ലൈക്ക് റെഡി ആവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ചോദ്യത്തിന്റെ ആൻസർ വന്നില്ല, അതിനകത്ത് മുങ്ങിപ്പോയി. MIT മ്യൂസിൽ നിന്നുള്ള ആ ലുക്ക് ഒക്കെ ചേഞ്ച് മനഃപൂർവ്വം ഒരു മാറ്റം വരുത്തിയതാണോ? ഇഷ്ടംപോലെ മൂവികൾ വെയിറ്റ് ചെയ്യുന്നു, വയസ്സായി എന്നൊക്കെ പറഞ്ഞു. കൊണ്ട് ചിലപ്പം പക്ഷേ ഈ വൈനൊക്കെ കണ്ടില്ലേ, ഏജ് ആവും തോന്നുന്നു നല്ല ഫൈനല്ലേ വരിക. എനിക്ക് ട്രോൾ കിട്ടുമോ? നല്ലത് MIT ചെയ്യുമ്പോ പിന്നെ MIT ചെയ്ത് സത്യം പറഞ്ഞിട്ടുള്ള ഈ പറഞ്ഞ പോലെ തന്നെയായിരുന്നു ഞങ്ങള്. ഈ ഏകദേശം നമ്മള് രാവിലെ വരും, അവിടെ കിടന്നുറങ്ങും, അപ്പം തന്നെ എണീക്കും, എന്നിട്ട് നേരെ പോയി സീനിലിരിക്കുക. അതൊരു ഫാമിലി പോലെയായിരുന്നു. ക്യാരക്ടർ കിട്ടിയതിന് ഒരുപാട് നന്ദിയുണ്ട്, വന്നതിന് ഒരുപാട് നന്ദി. പിന്നെ അതേപോലെ ഇതില് അഭിനയിച്ച എല്ലാവരും തീർച്ചയായിട്ടും അഖിലേട്ടനും പിന്നെ മദനൻ സാറ്, ജിത്തൻ സാറ്, ഇവരെല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഒരുപാട് ഫൈറ്റ് സീൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതിലൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ടും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പിന്നെ ഔസേപ്പച്ചൻ സാറിൻ്റെ കൂടെ ഇങ്ങനെ ഒരു രീതിയിൽ പങ്കിടാൻ പറ്റി എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമായിട്ട് ഞാൻ കരുതാണ്. സാറ് ഈ ഞങ്ങളിപ്പോൾ നേരത്തെ പറഞ്ഞതാണ്, സാറ് ഞങ്ങളെക്കാട്ടും അപ്ഡേറ്റഡ് ആണ് എല്ലാ കാര്യങ്ങളും. ഇപ്പം തിയേറ്ററിൽ എത്ര ആൾക്കാർ കയറി അതപ്പം വിളിച്ച് പറഞ്ഞു കൊടുക്കും. പിന്നെ അതേപോലെ എഡിറ്റിങ്ങിൽ എന്തെങ്കിലും പ്രശ്നമില്ല അത് പറഞ്ഞു കൊടുക്കും. പിന്നെ ആർട്ടിസ്റ്റുകളുടെ ആണെങ്കിൽ ശരി, നമ്മളെന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഔസേപ്പച്ചൻ സാർ സത്യം പറഞ്ഞാൽ ഓൾ ഇൻ ഓൾ ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് MIT മ്യൂസിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെറ്റ് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയൊരു ബെസ്റ്റ് സെറ്റായിരുന്നു റൂട്ട് നമ്പർ 17. അതിന് പ്രത്യേകിച്ച് നമ്മുടെ പ്രൊഡ്യൂസർ സാർ എന്ത് പറഞ്ഞാലും ഒരു പ്രശ്നമില്ല. ഇതിലൊരു തരക്കെട്ടില്ലാത്തൊരു റോള് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് ഈ രൂപമൊന്നുമല്ല, അടിമുടിയൊക്കെ വെട്ടി പോലീസ് ഓഫീസറുടെ റോളാണ്. കാരണം കുറച്ച് നീറ്റായി വന്ന് ബോഡിയൊക്കെ റെഡിയാക്കിയാൽ മാത്രമേ എന്നെ അഭിനയിപ്പിക്കുള്ളൂ എന്ന് സംവിധായകൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞതുകൊണ്ട് നമുക്കിത് വേറെ ഒന്നും ചെയ്യാൻ പറ്റി. അഭിലാഷും അതേപോലെ ഔസേപ്പച്ചൻ സാറും പറഞ്ഞതുപോലെ വലിയ അവകാശവാദങ്ങളോ അങ്ങനെയൊന്നുമില്ല. നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പടം എടുക്കുക എന്നുള്ളതാണല്ലോ ഏതൊരു പ്രൊഡ്യൂസറുടെയും ആഗ്രഹം. അപ്പൊ അഭിലാഷ് വന്ന് ഫസ്റ്റ് ടൈം കഥ പറഞ്ഞപ്പോ ഇതൊരു നല്ലൊരു സ്റ്റോറി ലൈൻ ആണെന്ന് മനസ്സിലായി. പിന്നെ നമ്മുടെ സൗഹൃദ കൂട്ടായ്മയും കൂടി അതിനകത്ത് ഒത്തുചേർന്നപ്പോൾ പ്രശാന്ത് ഏട്ടനാണെങ്കിലും ഔസേപ്പച്ചൻ സാറാണെങ്കിലും ആ ടെക്നിക്കൽ സൈഡും കൂടി സ്ട്രോങ് ആയപ്പോൾ അതിന്റെ വിഷ്വലും ആ വിഷ്വലിനെ സപ്പോർട്ട് ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും എല്ലാ ടെക്നിക്കൽ സപ്പോർട്ടും വന്നപ്പോൾ നല്ലൊരു ഔട്ട്പുട്ട് കിട്ടി. ഇനീഷ്യലി ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഇപ്പൊ ഈവൻ തമിഴ്നാട്ടിലാണെങ്കിലും ഇത് ജസ്റ്റ് ഒന്ന് റിലീസ് ചെയ്ത് ജിതൻ രമേശിന്റെ ആ ഒരു സ്റ്റാർ വാല്യൂല് എനിക്ക് തടിക്ക് കേട് പറ്റാതെ ഇത് വേഗം സെയിലാക്കി പരിപാടി തീർക്കാന്നായിരുന്നു. കാരണം പ്രൊഡ്യൂസർ എപ്പോഴും ബിസിനസ് ലെവലിൽ ചിന്തിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഞങ്ങൾ തമിഴ്നാട്ടിലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ പടം കാണിച്ചപ്പോഴാണ് അവിടുത്തെ ലീഡിങ് പ്രൊഡ്യൂസേഴ്സ് ആണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്, നിങ്ങളിത് തിയേറ്ററിൽ കാണിക്കാതെ പോകരുത്, പ്രോപ്പറായിട്ട് തിയേറ്ററിൽ ഇറക്കണം. അങ്ങനെയാണ് ഞങ്ങൾക്ക് തിയേറ്ററിൽ ഇറക്കാനുള്ള ഒരു ധൈര്യം വന്നത്. ആക്ച്വലി ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ തമിഴ്നാട്ടിലെ പ്രൊഡ്യൂസർ അസോസിയേഷൻ ആൾക്കാരോട് നന്ദി പറയണം. അതുകൊണ്ടാണ് തമിഴ്നാട്ടിൽ അതിപ്പോഴും 4-ാം വാരം ഓടിക്കൊണ്ടിരുന്നത്. എൻ്റെ 50 വർഷത്തെ മ്യൂസിക് കരിയറിൽ എനിക്ക് തുടക്കം മുതലേ ഒരുപാട് അവസരങ്ങൾ, ഞാൻ തമിഴ്നാട്ടിൽ വളർന്ന് ജീവിച്ച ഒരു വ്യക്തിയാണ്. ഞാനിവിടെ കേരളത്തിൽ വന്നിട്ട് ഒരു 5 കൊല്ലമായിട്ട്. ഇത്രയും വർഷം അവിടെ എൻ്റെ
സിനിമയായിട്ടുള്ള ബന്ധവും സിനിമാ ജീവിതവും വെച്ച് എനിക്ക് ഒരുപാട് തമിഴ് സിനിമകൾ ഇതിനു മുമ്പ് ചെയ്യാനുള്ള അവസരങ്ങൾ വന്നിട്ടും ഞാനത് വേണ്ട ഞാനിവിടെ മലയാളത്തിൽ അത്യാവശ്യം തിരക്കെടുത്തിട്ട് കുറച്ച് നല്ല മ്യൂസിക്കൊക്കെ ചെയ്യാനുള്ള അവസരമുണ്ട്. അതിൽ കൂടുതൽ പിന്നെ എൻ്റെ സുഹൃത്തുക്കളായ റഹ്മാനായാലും ശരി, എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളത് പിന്നെ ഹാരിസ് ജയരാജ്, വിദ്യാസാഗർ തുടങ്ങിയ ഒട്ടനേകം അവിടുത്തെ ഇപ്പോഴത്തെ പ്രസന്റ് ഫേമസ് മ്യൂസിക് ഡയറക്ടേഴ്സ്, അവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളായിരുന്നു, എൻ്റെ സഹപ്രവർത്തകരുമായിരുന്നു, എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളവരുമാണ്, എൻ്റെ ഫിലിമുകളിൽ പ്രവർത്തിച്ചവരാണ്. അപ്പോൾ അവരൊക്കെ അവിടെ വളരെ നല്ല രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഇനി അതിൻ്റെ കൂടെ ഒരു കോമ്പറ്റേറ്ററായിട്ട് പോകണ്ട എന്ന് ഞാൻ തീരുമാനിച്ചിട്ടാണ് ഞാൻ ഇത്രയും കാലം തമിഴ് ചെയ്യാതിരുന്നത്. പക്ഷേ ഈ പ്രോജക്റ്റ് എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് ബന്ധവും ഇഷ്ടവുമുള്ള ഇതിൻ്റെ സംവിധായകൻ അഭിലാഷ് ജി ദേവൻ, അതേപോലെ ഇതിൻ്റെ പ്രൊഡ്യൂസർ അമർ രാമചന്ദ്രൻ, ആ ഒരു കൂട്ടായ്മയിൽ നിന്നൊരു പടം തമിഴ് ചെയ്യുന്നു എന്ന് അറിഞ്ഞപ്പോൾ അവരും മലയാളികളാണ്. അതുകൊണ്ട് തന്നെ എനിക്കും മലയാളിയായ എനിക്ക് അതിൽ ചെയ്യാൻ എനിക്കൊരു സന്തോഷം തോന്നി. അങ്ങനെ വളരെ പാഷനേറ്റ് ആയിട്ടും ഡെഡിക്കേറ്റഡ് ആയിട്ടും വളരെ ത്രില്ലിംഗ് ആയിട്ടുമാണ് ഞാൻ ഈ സിനിമയിലേക്ക് കയറുന്നത്. ആ കയറിയത് എനിക്ക് വളരെ എന്താ പറയുക, വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ട് എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട്. വളരെ നല്ല പാട്ടുകൾ, 3 പാട്ടുകൾ അതിലുണ്ടാക്കാൻ കഴിഞ്ഞു. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാൻ സാധിച്ചു. പക്ഷേ ഇതൊക്കെ എനിക്ക് ചെയ്യാൻ സാധിച്ചത് ആ പടം അത് ഡിമാൻഡ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ സബ്ജക്റ്റും അത് പിന്നെ അത് അവരെടുത്തിട്ട് വന്ന് ബാക്ക്ഗ്രൗണ്ട് സ്കോർ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ കണ്ടവരെല്ലാവരും പറഞ്ഞു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഗംഭീരം. പക്ഷെ അത് ചെയ്യാൻ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള വിഷ്വൽസ് ഇതിൻ്റെ ക്യാമറാമാൻ പ്രശാന്തും സംവിധായകനും കൂടി എനിക്ക് എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതിന് അത്രയും ഒരു എന്താ പറയുക, ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള ഒരു മ്യൂസിക് ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വിഷ്വൽസും കാര്യങ്ങളായിരുന്നു. അങ്ങനെ അത് ചെയ്യാൻ സാധിച്ചു. അതിലുള്ള സന്തോഷമുണ്ട്. പിന്നെ എല്ലാത്തിനുപരി നിങ്ങൾ ഈ പടം കണ്ടിട്ടോ എന്നറിയില്ല, പക്ഷെ നിങ്ങൾ ഈ പടം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളെല്ലാവരും, പിന്നെ ഇത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, ഇത് കാണുമല്ലോ, ഇത് കാണുന്ന പ്രേക്ഷകരും ഈ സിനിമ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സിനിമകൾ കണ്ടിട്ട് നമ്മൾ പറയുമല്ലോ നമുക്ക് സമയം പോയി അല്ലെങ്കിൽ കാശ് പോയി എന്ന് പറയും. ഇതൊരിക്കലും അങ്ങനെ പറയേണ്ടി വരില്ല. 2 മണിക്കൂർ സിനിമാ തിയേറ്ററിൽ നമ്മൾ പടം ആരംഭിച്ചാൽ അത് അവസാനിച്ച് അതിൻ്റെ റോളിംഗ് ടൈറ്റ് കഴിയുന്നവരേക്കും ആ ത്രില്ല് നമ്മളെ ഇങ്ങനെ ത്രസിപ്പിച്ചുകൊണ്ടിരിക്കും. അതൊരു അനുഭവമാണ്. എൻ്റെ ഒരുപാട് പടങ്ങൾ കണ്ടിട്ട് ക്രിറ്റിക്സ് ചെയ്യുന്നൊരു പയ്യൻ ഇന്നലെ എനിക്ക് എഴുതിയ വാചകവും അതാണ്. ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ കണ്ട അവൻ്റെ അഭിപ്രായം പറഞ്ഞതാണ്, ഇതൊരു സൂപ്പർ പടമാണ്, ഇതിന് ആകപ്പാടെ ഒരു കുറവ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്, പക്ഷെ ഇന്നത്തെ കാലത്ത് പ്രസന്റ് യുഗത്തിൽ അതൊരു കുറവേ അല്ല, അതൊരു പ്ലസ് പോയിന്റ് ആണ്. പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയ ആർട്ടിസ്റ്റുകളോ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളോ ആരുമില്ല. അത്തരം പടങ്ങളാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. പടത്തിൽ ആർട്ടിസ്റ്റ് വേണം, നല്ലതാണ്, പക്ഷെ അതിനേക്കാൾ ഉപരി പടം നന്നായിരിക്കണം, സബ്ജക്റ്റ് നന്നായിരിക്കണം, എടുത്തത് നന്നായിരിക്കണം, പ്രസന്റ് ചെയ്തത് നന്നായിരിക്കണം. ആ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ 100 മാർക്കും കൊടുക്കപ്പെടാവുന്ന ഒരു പടമാണ് ഇത്. തിയേറ്ററിൽ ഇന്നലെ റിലീസ് ചെയ്തിട്ടുണ്ട്. കണ്ടവരെല്ലാവരും വളരെ നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം ഞാൻ ഇവിടെ പറയാതിരിക്കാൻ വയ്യ, എല്ലാവരും ഈ പടത്തിൽ അഭിനയിച്ചവരെല്ലാവരും 10% മാർക്കോടുകൂടി പാസ്സായിട്ടുണ്ട്. പക്ഷേ അതിലൊരു എന്താ പറയാ, 110 ഒരു ഹൈയസ്റ്റ് നമ്മൾ പറയുന്നത് ഫസ്റ്റ് റാങ്ക് എന്നൊക്കെ പറയാം. ആദ്യത്തെ പടമാണെന്ന് പറഞ്ഞു ഈ കുട്ടി, പക്ഷെ ആദ്യത്തെ പടമായിട്ടല്ല തോന്നിയത്. ഈ പടം കണ്ടു കഴിഞ്ഞാൽ മിനിമം ഇംഗ്ലീഷ് പടത്തിലൊക്കെ പോയി അഭിനയിച്ച് വന്നിട്ടുള്ള ഒരു ഹീറോയിൻ എന്തൊക്കെ ചെയ്യും. നമ്മൾ ഇംഗ്ലീഷ് പടത്തിൽ ഇത്രയും ബോഡി ലാംഗ്വേജും ഇത്രയും വൈബ്രന്റ് ആയിട്ടുള്ള ആക്ടിങ് ഞാൻ കണ്ടിട്ടുള്ളൂ. ആരായാലും പേടിച്ചു പോകും, കാരണം ഭയങ്കര ധൈര്യമാണ്, താഴ്ത്ത് വീഴാനും ശരി ബുദ്ധിയില്ലാത്തതുകൊണ്ടാണ്. എനിക്കറിയില്ല. അപ്പൊ നന്നായിട്ട് അഭിനയിക്കുന്നവരെല്ലാവരും പേടിക്കാനുള്ള പുതിയ ധൈര്യമാണ്, അവരുടെ പാഷനാണ്, ഡെഡിക്കേഷനാണ്. അവർ ബേസിക്കലി ഒരു അവരുടെ പ്രൊഫഷൻ ഈ ഡോക്ടറാണെന്ന് പറഞ്ഞപ്പോൾ എയർ ഹോസ്റ്റസ് ആണ് എയർ ഇന്ത്യയിൽ അല്ലേ. ശരി, ഓക്കെ. അത് എനിക്കോ ഞാൻ പറയുന്നത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും.
അതില് നമ്മളൊക്കെ ബാക്കി എല്ലാവർക്കും റോള് ചെയ്യാനുണ്ട്. ഇതിലിപ്പോ ഹീറോ അഖിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഹീറോ പകുതിയിൽ വെച്ചിട്ട് നമ്മൾക്ക് നഷ്ടമാകും, മരണപ്പെട്ടു പോകുന്ന ഒരു കഥയാണത്. അത് സസ്പെൻസ് ഞാൻ ഇപ്പൊ പറയാൻ പാടില്ല, എന്നാലും നിങ്ങൾ അത് കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഹീറോ എന്ന് പറയുമ്പോൾ ഹീറോ ആണോ, ഫുൾ പിക്ചറിൽ ഇല്ലല്ലോ എന്നൊക്കെ തോന്നിപ്പോകും. അദ്ദേഹം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ അറ്റത്തിരിക്കുന്ന ഈ നമ്മുടെ എല്ലാം മദൻ എന്ന് പറഞ്ഞ അരുവി അദ്ദേഹം ഇവിടെ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അദ്ദേഹം ഇവിടെ വന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഈ പടം മാത്രം അദ്ദേഹം ഒരു ഡയറക്ടറാണ് തമിഴില്. തമിഴ്നാട്ടിൽ പോയിട്ട് മദനെ കുറിച്ച് അന്വേഷിച്ചറിയും. അദ്ദേഹം അവിടുത്തെ ഒരു പുലിയാണ്. സത്യത്തില് സൂപ്പർ സ്റ്റാറുകളുടെ പദവിയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളൂ. പക്ഷെ ഒരുപാട് എല്ലാ സൂപ്പർ സ്റ്റാർസിനും എന്താ പറയാ, അവരുടെ കൂടെ അഭിനയിക്കുമ്പോൾ മദൻ എന്ന് പറയുന്നത് അവർക്കൊക്കെ ഒരു പേടിയാണ്. അത്രയും ത്രില്ലിംഗ് ആയിട്ട്, അത്രയും വൈഭവത്തോട് കൂടിയിട്ട് മനോഹരമായിട്ട് അഭിനയിക്കുന്ന ഒരു മദനാണ്. പക്ഷെ ആ ആക്ടർ ഇന്നിവിടെ കേരളത്തില്, നമ്മുടെ ഈ കൊച്ചു കേരളത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും അദ്ദേഹം അവിടെ ഇരിക്കുന്നു വളരെ പാവത്തിനെ പോലെ ഇരിക്കുന്നേ ഉള്ളൂ. പക്ഷെ വലിയൊരു ആക്ടറാണ് തമിഴ്നാട്ടിലത്തെ. അദ്ദേഹം ഇവിടെ വന്നതിന്റെ കാരണം ഈ പടം അത്രയും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ്. അവിടെ ഇപ്പോഴും സിനിമ ഓടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ തിയേറ്ററുകളിലും. ഇപ്പം മലയാളത്തിൽ ഇന്നലെ ഞങ്ങൾ റിലീസ് ചെയ്തു. ഇന്നലെയും ഇന്നുമായിട്ട് ഒരുവിധം മലയാള പ്രേക്ഷകരെല്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അപ്പം കൂടുതൽ ജനങ്ങളിലേക്ക് സിനിമ എത്തിക്കണം എന്ന് നമ്മുടെ ഫ്രണ്ട്സും പ്രേക്ഷകരും ഒക്കെ പറഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് ഇന്നിങ്ങനെയുള്ള ഒരു പത്രസമ്മേളനം നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനായിട്ടാണ് മദൻ സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മദൻ സാറ് തമിഴിൽ ഇപ്പം നായകനായിട്ട് നൂഡിൽസ് എന്ന് പറയുന്ന സിനിമ ഇപ്പം റിലീസായോ അവിടെ ഒരുവിധം സൂപ്പർ ഹിറ്റായിട്ട് ഓടിയ ഒരു സിനിമയാണ്. മലയാളത്തിൽ നമുക്ക് അതിനെപ്പറ്റി ഉണ്ടായിരുന്നു. ആ തിരക്കുകളെല്ലാം വിട്ടിട്ടാണ് പുള്ളി ഇപ്പം ഈ ഇതിന് വന്നിരിക്കുന്നത്. അതേപോലെ ഔസേപ്പച്ചൻ സാറിൻ്റെ 50 വർഷ സിനിമാ ജീവിതത്തിൽ കടന്നിരിക്കുന്ന സമയമാണ്. അദ്ദേഹം ചെയ്ത ആദ്യത്തെ തമിഴ് സിനിമയാണ് നമ്മുടെ റൂട്ട് നമ്പർ 17. ഡോക്ടറുമായിട്ടുള്ള ഒരുപാട് വർഷത്തെ ബന്ധമുണ്ട്. എനിക്ക് എൻ്റെ ഫസ്റ്റ് പടവും പ്രൊഡ്യൂസ് ചെയ്തേക്കുന്ന അദ്ദേഹമാണ്. ഇത് രണ്ടാമത്തെ പടമാണ് ഞങ്ങൾ ഒരുമിച്ചിട്ടുള്ള. പിന്നെ അടുത്തത് പ്രശാന്ത് ഏട്ടൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് പടത്തിൻ്റെയും ക്യാമറമാൻ പ്രശാന്ത് ഏട്ടനാണ്. ഇപ്പോൾ ഈ പടത്തിൻ്റെയും പ്രശാന്ത് ഏട്ടനാണ്. കാരണം എനിക്ക് ഗുരുതുല്യനായ ആളാണ്. എനിക്ക് എൻ്റെ ബലം എന്ന് പറയുന്നതും പ്രശാന്ത് ഏട്ടനാണ്. പ്രശാന്ത് ഏട്ടനും ഈ സിനിമ പ്രശാന്ത് ഏട്ടൻ്റെയും ഔസേപ്പച്ചൻ സാറിൻ്റെയും ഒരു മാജിക്കാണ് എന്ന് കൂടെ പറയാം. അത്രയ്ക്ക് അവർ രണ്ടുപേരും ഈ സിനിമയിലെ ക്യാമറയിലും മ്യൂസിക്കിലും വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമയുടെ സൗണ്ട് ഡിസൈനിങ് ചെയ്തേക്കുന്ന കാന്താര എന്ന് പറയുന്ന സിനിമയുടെ സൗണ്ട് ഡിസൈനിങ് ചെയ്ത അതേ ടീം തന്നെയാണ്. അതുപോലെ രാജകൃഷ്ണനാണ് ഇത് മിക്സ് ചെയ്തേക്കുന്നത്. എഡിറ്റ് ചെയ്തേക്കുന്നത് ബ്രോഡാടി, എമ്പുരാൻ, കുരുതി എന്നീ സിനിമകളുടെയൊക്കെ എഡിറ്ററാണ്. അങ്ങനെ എല്ലാവരും ടെക്നിക്കൽ ബേസ് ഇന്ത്യയിൽ ഏറ്റവും അറിയപ്പെടുന്ന വ്യക്തികളാണ് ഈ സിനിമയിൽ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ അഞ്ജുവിനെ എല്ലാവർക്കും അറിയാം. അഞ്ജു ഓൾറെഡി നമ്മുടെ മേക്കിംഗ് മസാലയിലൂടെ വന്ന് മലയാളികൾക്ക് അറിയാവുന്ന വ്യക്തിയാണ്. പിന്നെ ജിത്തൻ രമേശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ് ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ ഒരു പ്രൊഡ്യൂസറുടെ മകനാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് മീഡിയക്കാർക്ക് എല്ലാവർക്കും അറിയായിരിക്കും. സൂപ്പർ ഗുഡ് ഫിലിംസിന്റെ ഓണറാണ് അദ്ദേഹമാണ് ഈ സിനിമയിൽ നായകൻ എന്ന് പറയുന്നത്. പക്ഷേ യാദൃശ്ചികമായിട്ട് അദ്ദേഹത്തിന് പെട്ടെന്ന് ലൈഫിലുണ്ടായ ഒരു നഷ്ടം കാരണം പുള്ളിക്ക് വരാൻ പറ്റിയില്ല. എന്തായാലും പുള്ളി വരണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചതാണ്, വരാൻ പറ്റിയില്ല. അപ്പോൾ ഈ സിനിമ ഇപ്പം നിങ്ങളുടെ മുന്നിലുണ്ട്. എല്ലാവരും ഉറപ്പായിട്ട് സിനിമ കാണണം. പിന്നെ അഖിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ ഒരുപാട് സിനിമകളിൽ ഇപ്പം നായകനായിട്ട് അഭിനയിക്കുന്നുണ്ട്. ഞാൻ ഇതിൽ ഒരു സെക്കൻഡ് ഹീറോ ആയിട്ടാണ് ഈ പടത്തിൽ അഖിലിനെ ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ഈ സിനിമ കാണണം എന്നുള്ളതാണ് നമ്മളുടെ ഈ പത്രസമ്മേളനം കൊണ്ട് എല്ലാവരിലേക്ക് എത്തണം എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം.
ഇൻഡസ്ട്രിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾ വേറെ ഞങ്ങൾ വേറെ, വി ആർ വൺ. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ പടമാണിത്. സോ യു ഹാവ് ടു ഡു ദ മാക്സിമം സപ്പോർട്ട് ടു ദിസ് ഫിലിം. ദാറ്റ്സ് മൈ ഹംബിൾ റിക്വസ്റ്റ്. ഇൻ മൈ 50 years എക്സ്പീരിയൻസ് ആണ് ഞാനിത് പറയുന്നത്. നിങ്ങൾക്ക് ഇത് അഭിപ്രായം കേൾക്കണമെന്ന് എനിക്കറിയാം. ദിസ് ഈസ് മൈ ഹംബിൾ റിക്വസ്റ്റ്.